എന്റെ അക്കൗണ്ടിൽ നിന്ന് ആരോ പണം എടുത്തു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കണം. ചിലപ്പോൾ പണം എടുത്തത് തട്ടിപ്പുകാരനായിരിക്കില്ല, നിങ്ങൾ തന്നെ ആയിരിക്കും. ഇന്ന് മിക്ക ആളുകളുടെയും ജീവിതം ബാങ്ക് അക്കൗണ്ടിനെ ചുറ്റിപ്പറ്റിയാണ്. പക്ഷേ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് മാസം ഒരു തവണ പോലും പരിശോധിക്കാത്തവരാണ് നമ്മളിൽ പലരും. ആദ്യത്തെ വില്ലൻ ഓട്ടോ ഡെബിറ്റ് ആണ്. OTT, ജിം മെമ്പർഷിപ്പ്, ഫ്രീ ട്രയൽ. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നീട് ഉപയോഗിക്കാതിരുന്നാലും പണം മാസം തോറും പൊക്കോണ്ടിരിക്കും. ആദ്യം അത് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് മിനിമം ബാലൻസ്. അക്കൗണ്ടിൽ വേണ്ടത്ര തുക ഇല്ലെങ്കിൽ ബാങ്ക് നിശബ്ദമായി പിഴ ഈടാക്കും. പലരും മാസങ്ങൾ കഴിഞ്ഞാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ATM ഉപയോഗം കൂടിയാലും ചാർജുകൾ വരാം. പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളുടെ ATM പരിധിയിലധികം ഉപയോഗിച്ചാൽ ചെറിയ ചാർജുകൾ ചേർന്ന് വലിയ തുകയാകും. ക്രെഡിറ്റ് കാർഡിൽ മിനിമം ഡ്യൂ മാത്രം അടയ്ക്കുന്നവരാണെങ്കിൽ ബാക്കി തുകയ്ക്ക് കനത്ത പലിശയും ലേറ്റ് ഫീസും കൂടി ഇരട്ടി തുക അടയ്ക്കേണ്ടി വരും. ഉപയോഗിക്കാത്ത പഴയ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ മിനിമം ബാലൻസ് പിഴയും ഡെബിറ്റ് കാർഡ് വാർഷിക ഫീസും വന്നുകൊണ്ടിരിക്കും. അതുപോലെ SMS അലേർട്ട്, ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക് പോലെയുള്ള സർവീസ് ചാർജുകളും ആവശ്യമില്ലാത്ത മറ്റ് സേവനങ്ങളും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നത് തന്നെയാണ് ലാഭം. അവസാനമായി ലോൺ EMI. അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാതെ EMI മുടങ്ങിയാൽ ബൗൺസ് ചാർജും നിങ്ങളുടെ സിബിൽ സ്കോറിനും തിരിച്ചടിയാകും. അതിനാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തുറന്നു നോക്കാൻ മറക്കരുത്. ചെറിയ അശ്രദ്ധകൾ തന്നെയാണ് പലപ്പോഴും വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുക. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.